ഞാൻ മുമ്പേ ഒരു റിസ്ക് എടുക്കാത്ത ആളായിരുന്നു. എന്തെങ്കിലും ചലഞ്ച് എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ നല്ല നൈസായിട്ട് അത് ഒഴിവാക്കി വിടും. അത് എൻ്റെ മെൻറ്റേഴ്സൊക്കെ ഇപ്പം മുമ്പ് എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ക്യാമറക്ക് മുന്നിൽ വരാനോ ഒരു ഓഡിയൻസിന് മുന്നിൽ സംസാരിക്കാനോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബാക്ക് എൻഡിൽ ഞാൻ എത്ര വേണേൽ വർക്ക് ചെയ്യും, മുന്നിൽ വരാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പം എൻ്റെ മെൻറ്റേഴ്സ് എന്ത് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീനെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവർ പോസ്റ്ററൊക്കെ അടിച്ച് ഇന്നാണ് സെഷൻ എന്നൊക്കെ പറയും. അത് ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യും, നന്നായിട്ട് രാവും പകലും ഇല്ലാണ്ട് സ്ലൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ വരും. പക്ഷേ അന്ന് ഞാൻ മുങ്ങും, അന്ന് ഞാനത് ചെയ്യില്ല. പ്രസൻറ്റേഷൻ ഇത് എന്തായിക്കോട്ടെ അത് ഞാൻ ചെയ്യില്ല. ഇപ്പം എനിക്കതറിയാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ സക്സസ്സിലാണ് ഞാൻ എപ്പോഴും, അതായത് എൻ്റെ പ്രോഡക്റ്റ് അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മാറിയിരുന്നു, ഞാൻ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്ത്. അപ്പോൾ ഇന്ന് ഞാൻ ആ പ്രോഗ്രസ് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അതിൻ്റെ എൻ്റെ റിസൾട്ട് ഞാൻ അപ്പോഴത്തന്നെ എനിക്ക് ആ ഫൈനൽ റിസൾട്ട് വരണം. ആരെങ്കിലും എന്നെ എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമോ, ആ കാര്യങ്ങൾ ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മൾ ലൈഫിൽ ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ പ്രോഡക്റ്റിൽ നോക്കാതെ റിസൾട്ടിൽ നോക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആ പ്രോഗ്രസ് ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യുക, അത് വന്ന് പ്രാക്ടീസായിട്ട് നമ്മൾ സക്സസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക.